നമസ്കാരം. അടുത്ത ഒരു ISL ഫുട്ബോൾ സീസൺ കൂടി ആരംഭിക്കാൻ പോകുന്നു. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് വരാൻ പോകുന്ന ISL ടൂർണമെൻറ്റിൽ കളിക്കണമെങ്കിൽ ടീമിൻ്റെ ഉടമസ്ഥതയെ സംബന്ധിച്ച അവ്യക്തത മാറണം. കഴിഞ്ഞ തവണ 13 മത്സരങ്ങൾ കളിച്ചപ്പോൾ 5 ജയവും 2 സമനിലയും 6 തോൽവിയുമാണ് ഉണ്ടായിരുന്നത്. ആകെ 17 പോയിൻ്റാണ് ടീമിനുണ്ടായിരുന്നത്. 8ാം സ്ഥാനത്തായിട്ടാണ് ടീം ഫിനിഷ് ചെയ്തത്. 15 ഗോൾ വഴങ്ങി 17 ഗോൾ ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്തു. കഴിഞ്ഞ സീസണിൽ ഡേവിഡ് കറ്റാലയായിരുന്നു ടീമിൻ്റെ ആദ്യം കോച്ചായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ടീമിൻ്റെ പ്രകടനം മോശമായി തുടർന്ന് അദ്ദേഹത്തിന് ക്ലബ്ബ് പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഉണ്ടായത്. തുടർന്ന് ആഷ്ലി വെസ്റ്റ്വുഡ് ടീമിൻ്റെ കോച്ചായിട്ട് വന്നു. ISL സീസൺ അവസാന ഭാഗത്ത് ടീമിന് തുടർച്ചയായി വിജയമുണ്ടായി, ഒരു ചെറിയ തിരിച്ചുവരവും നടത്തി. പക്ഷേ പൂർണ്ണമായ ഒരു സ്ഥിരത ടീമിന് വന്നിട്ടില്ല. ടൂർണമെൻ്റ് തുടക്കത്തിലെ തോൽവികൾ പോയിന്റ് പട്ടികയിൽ വലിയ നഷ്ടമുണ്ടാക്കി. പ്രതിരോധം 17 ഗോൾ വഴങ്ങി ടൂർണമെൻറ്റിലെ ടോപ്പ് ടീമുകളുടെ മറ്റ് സ്ഥിരമായി മത്സരിക്കാനുള്ള ഒരു നിലവാരം പോലും ടീമിന് ഉണ്ടായിരുന്നില്ല. ഇതുവരെ അടുത്ത സീസണിലേക്കുള്ള സ്ക്വാഡോ വിദേശ താരങ്ങളെയോ ഇതുവരെ ആയിട്ട് പോലുമില്ല. 2026 ഈസ്റ്റ് ബംഗാൾ 26 പോയിൻ്റ് ചാമ്പ്യന്മാരായി. മോഹൻ ബഗാനും 26 പോയിൻ്റ് ഉണ്ടായിരുന്നു. 25 പോയിൻ്റ് മുംബൈ FC ഉണ്ടായിരുന്നു. തുടക്കത്തിലെ പരാജയങ്ങൾ ഉണ്ടായെങ്കിലും വെസ്റ്റ്വുഡിൻ്റെ പരിശീലനം ടീമിന് പ്രതീക്ഷ നൽകി. വരുന്ന സീസണിലെ പ്ലേ ഓഫ് അല്ലെങ്കിൽ കിരീടം വേണമെങ്കിൽ ആക്രമണത്തിൽ പ്രതിരോധത്തിൽ കൂടുതൽ ശക്തമായ ടീം വേണം. ISL 2026-27 ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്തിമ 11 ഇതുവരെ പൂർണ്ണമായിട്ടില്ല. താരങ്ങളുടെ ട്രാൻസ്ഫർ വിൻഡോ തുടരുന്നതിൽ പട്ടികയിലെ മാറ്റം ബ്ലാസ്റ്റേഴ്സ് FCയുടെ 2026-27 ISL മുമ്പുള്ള ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ ആരാധകർ ആശങ്കപ്പെടാൻ പല കാരണങ്ങളുമുണ്ട്. പൂർണ്ണമായി ടീം സെലക്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാൻ ഇപ്പോൾ ആയിട്ടില്ല, അതിനുള്ള സമയം ആയിട്ടില്ല. ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ആകെ 13 താരങ്ങളാണ് ടീമിനൊപ്പം ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്ലബ്ബ് വിട്ടുപോയ ആൻഡ്രിയാൻ ലൂണ തിരിച്ചെത്തിയിട്ടുണ്ട്. കൂടാതെ സച്ചിൻ സുരേഷ് ടീമിലുണ്ട്. പിന്നെ വേറെ വിപിൻ മോഹൻ ടീമിലുണ്ട്. കഴിഞ്ഞ സീസണിലെ താരങ്ങളെ എടുത്ത് പുതിയ സീസണിൽ ഇറക്കാനുമാവില്ല. ഒരു വലിയ സ്ക്വാഡ് പുതിയതായിട്ട് നിർമ്മിക്കണം. ഇതിനൊക്കെ പുറമെ ക്ലബ്ബ് ഇപ്പോൾ വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ക്ലബ്ബ് ഉടമകൾ ക്ലബ്ബ് വിൽക്കാൻ ശ്രമിക്കുന്നതായി കഴിഞ്ഞ മാസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. പുതിയ നിക്ഷേപകർ വന്നില്ല എന്നുണ്ടെങ്കിൽ ISL പങ്കെടുക്കുന്നത് പോലും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് എളുപ്പത്തിലാകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ പുതിയ നിക്ഷേപകരെ കണ്ടെത്തിയതായുമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ക്ലബ്ബ് അധികൃതരിൽ നിന്ന് വ്യക്തമായ ഒരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. ആൻഡ്രിയാൻ ലൂണ തിരിച്ചെത്തിയത് ബ്ലാസ്റ്റേഴ്സിന് വലിയ നേട്ടമാണ്. അദ്ദേഹം ഒരു മികച്ച കളിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി, സെറ്റ് പീസുകൾ, പിന്നെ ഗോളിലേക്ക് എത്തുന്ന ഫൈനൽ പാസ്, കൂടാതെ ലീഡർഷിപ്പ് എന്നിവ ടീമിന് വളരെയധികം ആവശ്യമാണ്. ഇപ്പോൾ ലഭ്യമായ ടീം വിവരം വെച്ചിട്ട് ലൂണ, വിപിൻ മോഹൻ തുടങ്ങിയ താരങ്ങൾ ടീമിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. ഹെഡ് കോച്ച് ആഷ്ലി വെസ്റ്റ്വുഡ് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് ഫിലോസഫിയിൽ ടീം ഘടന, സ്ട്രക്ചർ, ടീം ഡിസിപ്ലിൻ, പ്രതിരോധശേഷി എന്നിങ്ങനെ ഇതെല്ലാം അദ്ദേഹത്തിന് വളരെ പ്രധാനമാണ്. നിലവാരത്തിലുള്ള ഒരു ടീമിനെ നൽകാൻ മാനേജ്മെൻറ്റ്, അതായത് അദ്ദേഹത്തിനുള്ള ഈ നിലവാരം, അദ്ദേഹം ഈ പറയുന്ന മേൽപ്പറഞ്ഞ നിലവാരങ്ങളുള്ള ഒരു ടീമിനെ നൽകാൻ മാനേജ്മെൻറ്റിന് ആകുമോ? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത്രയും പറയുമ്പോൾ നമുക്ക് അത് പറയാതെ പോകാൻ കഴിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രം പറയുമ്പോൾ അത് വെറും ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ കഥ മാത്രമല്ല. കേരളത്തിൽ ISL വന്നതോടെ ഫുട്ബോൾ ഒരു വലിയ ജനകീയ ആഘോഷമായി മാറിയ കഥ കൂടിയാണ്. പ്രത്യേകിച്ച് സച്ചിൻ ടെണ്ടുൽക്കർ ടീമിൻ്റെ എല്ലാമായിരുന്ന ഉടമസ്ഥാവകാശത്തിൽ ഉണ്ടായിരുന്ന കാലം 2014 മുതൽ 2018 വരെയുള്ള കാലഘട്ടം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഗ്ലാമറും വൈകാരികവുമായ അധ്യായങ്ങളിൽ ഒന്ന് 2014 സൂപ്പർ ലീഗ് ആരംഭിക്കുമ്പോൾ മുതലാണ്. അതായത് ISL ആദ്യ സീസണിൽ 8 ഫ്രാഞ്ചൈസികളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ കൊച്ചി ഫ്രാഞ്ചൈസിയുടെ ഉടമസ്ഥാവകാശം ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സച്ചിൻ, ഒരു വ്യവസായി പ്രസാദ് എന്നിവർ സ്വന്തമാക്കി. 2014 ഏപ്രിൽ തന്നെ കൊച്ചി ടീമിൻ്റെ അവകാശം അവർ നേടിയതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. 2014 മെയ് മാസത്തിൽ ടീമിന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പേരിൽ ലഭിച്ചു. പ്രശസ്തമായ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന വിളിപ്പേരിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന പേര് വന്നത്. കൊച്ചിയുടെ മാത്രം ടീം എന്ന നിലയിൽ അല്ല ഇത് അവതരിപ്പിക്കപ്പെട്ടത്, മറിച്ച് കേരളത്തിൻ്റെ മുഴുവൻ ഫുട്ബോൾ വികാരത്തെയും പ്രതിനിധീകരിക്കുന്ന ടീമായി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് വളരുന്നത്. സച്ചിൻ്റെ കാലം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്ലാമർ യുഗം തന്നെയായിരുന്നു. 2014 മുതൽ 2018 വരെ ബന്ധപ്പെട്ടിരുന്ന ISLുമായി ബന്ധപ്പെട്ടിരുന്ന ആ കാലം ഇന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു പ്രത്യേക ഓർമ്മയാണ്. സച്ചിൻ ടീമിൻ്റെ ഉടമ മാത്രമായിരുന്നില്ല, മറിച്ച് ബ്ലാസ്റ്റേഴ്സ് ഐഡൻറ്റിറ്റിയുടെ ഭാഗം തന്നെ ആയിരുന്നു. സ്റ്റേഡിയത്തിലെ മഞ്ഞക്കടൽ,
സച്ചിൻ്റെ സാന്നിധ്യം, വലിയ താരങ്ങളുടെ വരവ്, ആയിരക്കണക്കിന് ആരാധകർ, ഇതെല്ലാം ചേർന്നാണ് ഒരു കാലത്ത് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു അനുഭവം അങ്ങനെ തന്നെയാണ് രൂപപ്പെട്ടത്. ISLൻ്റെ ആദ്യകാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ച, അതായത് ISL ടൂർണമെൻറ്റ് നടക്കുമ്പോൾ ISL ടീമുകൾ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ച ഒരു ടീമായിട്ട് മാറി. 2017 കൊച്ചിയിലെ ഹോം മത്സരത്തിൽ ശരാശരി 55,000-ലധികം കാണികൾ വരെ കളി കാണാൻ എത്തിയിരുന്നു. ആദ്യ സീസണിൽ തന്നെ ടീം ഫൈനൽ കളിച്ചു. അന്ന് ടീമിൻ്റെ കോച്ചും പ്ലെയറുമായിരുന്നു ഡേവിഡ് ജെയിംസ് ഗോൾ കീപ്പറായിരുന്നു. ഇത് ടീമിൻ്റെ കൂടാതെ ടീമിൽ സന്ദേശ് ജിങ്കൻ, മെഹ്താബ് ഹുസൈൻ, ഇഷ്താഫ് അഹമ്മദ് തുടങ്ങിയ ഇന്ത്യൻ താരങ്ങളും ഇയാൻ ഹ്യൂമ്, മൈക്കിൾ ചോപ്ര തുടങ്ങിയ വിദേശ താരങ്ങളും ഉണ്ടായിരുന്നു. സെമി ഫൈനലിൽ ശക്തമായ ചെന്നൈയിൻ FC ആയിരുന്നു എതിരാളികളായി ഉണ്ടായിരുന്നത്. ആദ്യ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തി. അന്ന് കൽക്കട്ട ATK ആയിരുന്നു എതിരാളികൾ. ATK ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചു. കളി തീരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മുഹമ്മദ് റഫീഖാണ് ഈ പറയുന്ന രീതിയിൽ ATKക്കായി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടിയത്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരാകാതെ റണ്ണറപ്പായി. കപ്പിന് അടുത്തുവരെ എത്തിയിട്ട് നഷ്ടപ്പെട്ടു എന്ന അനുഭവം ഉണ്ടായത് ആരാധകർക്ക് വല്ലാത്ത നിരാശയായിരുന്നു. കൂടാതെ 2015 നിരാശയുടെ വർഷമായിരുന്നു. 2016 വീണ്ടും ഗ്ലാമർ കാലം. സ്റ്റീവ് കോപ്പൽ കോച്ചായിട്ട് ടീമിലെത്തി. ടീമിന് പുതിയ ഉടമസ്ഥർ കൂടി വന്നു. സച്ചിനൊപ്പം ചിരഞ്ജീവി, നാഗാർജുന, അല്ലു അരവിന്ദ് എന്നിവരും വന്നു. സച്ചിൻ ടീമിൻ്റെ സഹ ഉടമയായി തുടർന്നു. 2016 സെമി ഫൈനൽ കൊച്ചിയിൽ ഡൽഹി ഡൈനാമോസിനെതിരെ 1-0 ജയം. രണ്ടാം ഭാഗത്തിൽ 2-1 തോൽവി. ഷൂട്ടൗട്ടിലാണ് അന്ന് ഫൈനലിൽ വീണ്ടും ATKയോട് 4-3 തോറ്റു. വീണ്ടും റണ്ണറപ്പ്. 82,000-ലധികം കാണികൾ അന്ന് കളി കാണാനുണ്ടായിരുന്നു. അത് ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നിമിഷമായിരുന്നത്. സച്ചിൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാമായിരുന്നു. സച്ചിൻ്റെ പേര് ടീമിൻ്റെ ബ്രാൻഡ് മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന ക്രിക്കറ്റ് പേരിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന പേര് തന്നെ ഉണ്ടായെന്ന് നാം തുടക്കത്തിൽ പറഞ്ഞു. പിന്നെ ക്രിക്കറ്റ് ഇതിഹാസം ഫുട്ബോളിലേക്ക്, ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാൾ കേരള ഫുട്ബോൾ ടീമിൻ്റെ ഉടമയായി എത്തിയതൊക്കെ തന്നെ അന്ന് വളരെ വലിയ വാർത്തയായിരുന്നു. സച്ചിൻ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരുമ്പോൾ സ്റ്റേഡിയം മഞ്ഞക്കടലായിരുന്നു. കേരളത്തിൻ്റെ ഫുട്ബോൾ സംസ്കാരത്തിന് ഒരു പുതിയ വേദി. കേരളം ഫുട്ബോളിൽ ശക്തമായിരുന്നു, ഫുട്ബോൾ ആരാധകരെ കൊണ്ട് ശക്തമായിരുന്നു. എങ്കിലും ISL കൂടി വന്നതോടെ ടെലിവിഷനിലെ എക്സ്പോഷർ, സെലിബ്രിറ്റികളുടെ ഉടമസ്ഥാവകാശം, ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് ഒക്കെ കൂടി ചേരുമ്പോൾ അതിന് ഒരു പുതിയ കൊമേഴ്സ്യൽ ഗ്ലാമർ ലഭിച്ചു. ഇതൊക്കെയാണെങ്കിലും ചില ട്രാജഡികൾ നമുക്ക് പറയേണ്ടി വരും. 2014 റണ്ണറപ്പ്, 2015 പ്ലേ ഓഫിൽ പോലുമില്ല, 2016 വീണ്ടും റണ്ണറപ്പ്. അതുകൊണ്ട് തന്നെ സച്ചിൻ കാലത്തെ ബ്ലാസ്റ്റേഴ്സ്, സച്ചിൻ്റെ ആ ക്ലബ്ബ് ഏറ്റെടുത്ത സമയത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ വിജയിച്ച കാലഘട്ടം അതൊരു വളരെ വലിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ച് ഫൈനലിലെത്തിയിട്ട് പക്ഷേ കിരീടം കൈവിട്ടു പോയ സമയവും ഉണ്ടായിരുന്നു. 2018 സച്ചിൻ്റെ വിടവാങ്ങൽ, അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയുമ്പോൾ സച്ചിൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, എ പീസ് ഓഫ് മൈ ഹാർട്ട് വിൽ ഓൾവേസ് ബീറ്റ് ഫോർ ദ ക്ലബ്ബ്. അതായത് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം എന്നും ഈ ക്ലബിനായി തുടിച്ചുകൊണ്ടിരിക്കും എന്നായിരുന്നു. ആ ഒരു വല്ലാത്ത വികാര പ്രകടനമായിരുന്നു. അങ്ങനെ 2014 തുടങ്ങിയ സച്ചിൻ അധ്യായം, ബ്ലാസ്റ്റേഴ്സ് അധ്യായം 2018 അവസാനിച്ചു. അതിനോടകം ISL കേരള ബ്ലാസ്റ്റേഴ്സ് വെറും ഒരു ഫ്രാഞ്ചൈസി മാത്രമല്ല, അത് കേരള ഫുട്ബോളിൻ്റെ വികാരമായി മാറിക്കഴിഞ്ഞിരുന്നു. 2019 മുതൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് എന്നാൽ തകർച്ച, പുനർനിർമ്മാണം, വീണ്ടും ഉയർച്ച, വീണ്ടും ഇടിവ് എന്ന രീതിയിലാണ്. 2019 പ്ലേ ഓഫ് നഷ്ടമായി. 2020-21 ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു. 2021-22 കാലഘട്ടത്തിൽ വുക്നോമോവിച്ച് എന്ന കോച്ച് വരുന്നു. ബ്ലാസ്റ്റേഴ്സ് പുനർജനിക്കുന്നു. വീണ്ടും ഫൈനൽ കളിച്ചു. ഹൈദരാബാദിനോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-1 തോറ്റു. ഹൈദരാബാദ് വീണ്ടും ജയിച്ചു. ബ്ലാസ്റ്റേഴ്സിന് മൂന്നാം ഫൈനലിലും തോൽവിയുണ്ടായി. പിന്നെ ഈ പറയുന്ന പോലെ 2023 ഉക്കനോമോവിച്ച് കോച്ചായി വന്ന അതേ വർഷത്തിൽ ഹൈദരാബാദിൻ്റെ കൂടെ 2022 ഉക്കനോമോവിച്ച് കോച്ചായി വന്നു. 2023 ഫൈനലല്ല പിന്നെ പ്ലേ ഓഫിൽ ബാംഗ്ലൂർ FC-യുമായിട്ടുള്ള മത്സരത്തിൽ വിവാദമായ ഒരു കിക്ക് അത് വന്ന ശേഷം കളിയുടെ ഏതാണ്ട് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴൊക്കെ തന്നെ ടീം കളി മതിയാക്കി വന്നൊരു വിവാദമായ സംഭവം ഉണ്ടായി. അത് സീസണിലെ വലിയ സംഭവമായി. 2024-25 വീണ്ടും ഒന്നും കിട്ടിയില്ല. 2025-26 പുതിയ പരിശീലകൻ വന്നു. വീണ്ടും വലിയ മാറ്റം. ഇടയ്ക്ക് വെസ്റ്റ്വുഡ് വരുന്നു. ഒരു ചെറിയ പ്രതീക്ഷ.
ഇനിയിപ്പോൾ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് എന്താകും എന്നാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉറ്റുനോക്കുന്നത്.